ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത് അമ്മച്ചിനെ വല്ലാണ്ട് കുഴപ്പിക്കുന്ന ഒരു ചോദ്യം. അതായത് ഇവരുടെ കല്യാണം അറേഞ്ച് ഒന്നും അറിഞ്ഞില്ല. അവരങ്ങനെയല്ല, ലവ് കം അറേഞ്ച് ആയിരുന്നു. എനിക്ക് നാണമാണ്, ഇഷ്ടമൊന്നുമല്ല, വലിയ നാണിക്കാനൊന്നും പോയിട്ടില്ല. അപ്പൊ ഇവിടുത്തെ കസിൻസ് ഒക്കെ പപ്പേനെ കളിയാക്കി പറയുമായിരുന്നു, കണ്ടാ വീട്ടുകാർ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ആന്റി അങ്കിളിനെ തേച്ചിട്ട് പോയാലേ. കാണാനും പിടിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നമുക്കറിയാം സ്നേഹങ്ങളും ഞങ്ങളോടുള്ള. കാണാനും പിടിക്കാനും എന്താ അതിന്റെ അർത്ഥം അതിവിടെ വ്യക്തമാക്കണം. അങ്ങനത്തെ ആൾക്കാർ. മുമ്പ് ചേച്ചിയുടെ പെർഫെക്റ്റ് വെൽ അറേഞ്ച്ഡ് മാരേജ് ആണ്. അമ്മയുടെ അഫ്കോഴ്സ് അമ്മയുടെ പോലെ ഞാൻ ചേച്ചിയുടെ ടൈപ്പേ അല്ല. എനിക്ക് എന്തായാലും എന്തിനും ഇത്ര വലിയ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോണ ഒരു ക്രിസ്ത്യൻ അങ്ങോട്ട് പ്രേമിച്ച് കിട്ടിയാൽ പറയല്ലേ. ഓക്കെ ഓക്കെ, അത് സമ്മതിക്കും. നല്ല സ്വഭാവമായിരിക്കണം. സ്വഭാവം തങ്കമാണ് ആള് സാർ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ രണ്ടുപേരും 2 അച്ചാറുകൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അമ്മച്ചിയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അമ്പഴങ്ങ അച്ചാറും ആദ്യമായിട്ടല്ലേ അമ്മച്ചി വെക്കാൻ? അതെ അതെ, ഫസ്റ്റ് ടൈം ആയിട്ട് അമ്മച്ചി അമ്പഴങ്ങ അച്ചാർ ഇടാൻ പോണേ. ഞാൻ ചാമ്പയ്ക്ക അച്ചാറും. തുടങ്ങാ? ശരി. ഈ അമ്പഴങ്ങയില്ലേ നന്നായിട്ട് കഴുകി ഉണക്കി തന്നെ വെയിലത്തിട്ടല്ല, തുടച്ച് നല്ല ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ അച്ചാർ ഇടണ്ട നമ്മള്. ഇനി ഇത് കഴിഞ്ഞിട്ട്, ഇത് വാട്ടി കഴിഞ്ഞിട്ട് മസാലകൾ ഇടുമ്പോഴുള്ളത് എണ്ണ, അല്ലെങ്കിൽ ചീത്തയാവും, പൂപ്പില് പിടിക്കും. നല്ല എണ്ണയിൽ നല്ലോണം തിളച്ചിട്ട് തന്നെ ചെയ്യണം നമ്മള്. അപ്പൊ എടുക്കരുത്, ഒരാഴ്ച കഴിഞ്ഞിട്ട് പൊട്ടിക്കാവൂ. ചെറിയ അമ്പഴങ്ങാരനെ ഞാൻ മുറിച്ചിട്ടില്ല കേട്ടാ. വലുതായിട്ട് തന്നെ ഇരിക്കട്ടെ. അതെ, വാടി വന്നുണ്ടാ ആ കളർ മാറി. വെള്ളത്തിൻ്റെ വല്ല നനവൊക്കെ ഉണ്ടെങ്കിൽ ഈ എണ്ണ നമുക്ക് മനസ്സിലാവും എത്ര പാകമായിന്ന്. അപ്പൊ പൊട്ടിത്തെറി ഉണ്ടാവും. അത് വെള്ളത്തിന്റെ എന്തെങ്കിലും അംശത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ നല്ലെണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചേക്കുന്ന അമ്പഴങ്ങ ആറാൻ വേണ്ടി നമ്മൾ സമയം കൊടുക്കണം കേട്ടോ. അപ്പം അമ്മച്ചി അവിടെ അമ്പഴങ്ങ റെഡി ആക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ ചാമ്പക്കേനെ റെഡിയാക്കാം. ഇതിൽ കുറച്ചെടുത്ത് ഞാൻ മാറ്റി വയ്ക്കും കേട്ടോ, എൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ. അല്ലേ അമ്മ? അതെ. ഈ ചാമ്പയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര ചുമന്ന് നല്ല ഭംഗിയായി ഇതിനെ കാണാൻ. പക്ഷെ അത്രയും ടേസ്റ്റ് ഇല്ല. മീൻസ് വികാരം ഇതിന് കുറച്ച് കുറവാണ്. ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിലാണ്. അപ്പൊ ചൊറുക്ക ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതിന് വികാരം വരുത്തണത്. ആ വിനെഗർ, ചിലവർ ഈ ചൊറുക്ക എന്താന്ന് മനസ്സിലാവുള്ള വിനാഗിരി അതിനെയാണ് പറയണത്. അപ്പൊ ഇത് ആദ്യം നമുക്ക് കഴുകിയിട്ട് കട്ട് ചെയ്യാം. മോനൊരു ചാമ്പയ്ക്ക് എടുത്ത് കഴിച്ചോ? ചില ചാമ്പക്കയിലൊക്കെ പുഴുണ്ട്, കേട് അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് അതിന്റെ നല്ല പോഷൻ മാത്രം എടുത്ത് വെക്കും. ആദ്യം ഞാൻ കാണിച്ച ആ സെക്ഷൻ ഏറ്റവും നല്ല ചാമ്പക്കയുടെ സെക്ഷൻ ആയിരുന്നു കേട്ടോ. ഇത് കുറച്ച് കേടുകൾ ഒന്നേ മാറ്റി വെച്ചാ അച്ചാറിടുമ്പോ പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തിടാലോ. ഞാനൊക്കെയാണ് അച്ചാറുണ്ടാക്കാൻ പോണെങ്കിൽ അച്ചാറുണ്ടായി ബാക്കിയായി. കാര്യം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പകുതി മുക്കാലും വയറ്റിലേക്ക് തന്നെ പോവും. ഇഷ്ടമുള്ള സാധനം മാങ്ങയും ചാമ്പയ്ക്കൊക്കെ ആണെങ്കിൽ കേട്ടാ. വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ തിന്നില്ല. ഉണ്ടാക്കിയില്ല എന്ന് അമ്മച്ചി പറയണം. അമ്മ നോൺ വെജ് ഒക്കെ ആണെങ്കിൽ നോൺ വെജ് അച്ചാറൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ട് പോലുമില്ല. എനിക്ക് ഒട്ടും അതെ ഇഷ്ടമല്ല. എൻ്റെ ജീവിത അഭിലാഷം തന്നെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഈ ചാമ്പയ്ക്ക, ജാതിക്ക, പച്ചമാങ്ങ, മീൻസ് മാവ്, അങ്ങനെ കുറേ മരങ്ങൾ സ്വന്തമായിട്ട് നട്ടിങ്ങനെ വളർത്തി അതിൽ നിന്ന് ഫലങ്ങൾ പറിച്ച് കഴിക്കണമെന്നൊക്കെ. ആർക്കെങ്കിലൊക്കെ ഈ ചാമ്പയ്ക്ക, ജാതിക്കത്തുണ്ട് അതൊക്കെ പൈസ കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങൾ അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. മറ്റേ എത്ര രൂപ കൊടുത്തിട്ടായാലും കുഴപ്പമില്ല. ഇതൊക്കെ മീൻസ് ഭയങ്കര അത്ര ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. അഞ്ജുവിന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കുറെ പുളികൾ കൊണ്ടേ കൊടുത്താൽ മതി. പുളിവർഗ്ഗങ്ങള്. അതെ, അല്ലാതെ ഒരു ഇറച്ചിയോ മീനോ ഒന്നിനോടും താല്പര്യമില്ല കേട്ടാ. ഇപ്പൊ ചിലവർക്കൊക്കെ ഇത്രയും ചാമ്പയ്ക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോ 1-2 ആഴ്ചയോ ചിലപ്പോ 1 മാസം വരെ കഴിക്കാനുള്ള അച്ചാറുണ്ടാവും കേട്ടോ. ഇത് ഇപ്പൊ നമുക്ക് സമയം എത്ര
സമയം 12 മണിയാകുമ്പോൾ 11:45 കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 3 മണി വരെ നിൽക്കും. ഇത് ചിലപ്പോൾ ഒരു 6 മണി വരെ വെക്കും. ചേച്ചി ജോലി ചെയ്യുന്ന വരില്ല, അപ്പൊ ചേച്ചിക്ക് കൂടി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ. അതോടുകൂടി അച്ചാർ തീരും. അങ്ങനെയാണ് ഇവിടുത്തെ അച്ചാർ തീറ്റയുടെ ഒരു പാറ്റേൺ ഇരിക്കുന്നത്. അങ്ങനെ അമ്മച്ചി നമ്മളോട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അരിയാനായിട്ട് വന്നേക്കണേണ്ട. ഇത് രാവിലെ എനിക്കുള്ള പണിയാ. ഫുഡ് കഴിക്കുമ്പോ അമ്മച്ചി എവിടെ ഇരുന്നാലും ഞാൻ അമ്മച്ചിനെ വിളിച്ച് കസേരയെ കൊണ്ടിരുത്തും കൊച്ചു വർത്താനം പറയാൻ. തുടക്കം അതാണ്. അതങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ അടിയുടെ കഥകൾ തുടരുന്നു പറഞ്ഞു. അടി എന്തിനാന്നറിയോ? ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങൂലെന്ന് ദേഷ്യം വന്ന അവസാനം ഒച്ചപ്പാടും ബഹളം എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് പോവും. അങ്ങനെ എന്നിട്ട് ഞാൻ തന്നെ പറയാം പൊക്കോന്ന് പറയും. അപ്പൊ അമ്മച്ചോറ് പിന്നെ എന്തിനാ എന്നെ വിളിച്ച് ഇവിടെ ഇരുത്തിയേക്ക്. അങ്ങനെ ഓരോ രസങ്ങൾ. അത് പോട്ടെ, ഇനി അമ്മച്ചിനെ കുഴപ്പിക്കണ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. മറ്റേ ആണുങ്ങളോട് അമ്മേനെയാണോ ഭാര്യനെയാണോ കൂടുതൽ സ്നേഹത്തിൽ ചോദിക്കണ പോലെ, അമ്മച്ചിക്ക് അമ്മച്ചിയുടെ നാടാണോ ഒരാൾ നാട്ടിൻ പ്രദേശക്കാരിയാ, അതോ പപ്പയുടെ ഈ ഒരു ടൗൺ ലൈഫാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? എനിക്ക് എൻ്റെ നാട് വിലപ്പെട്ടതാണ്. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആ നാടിനോട് ഇഷ്ടപ്പെടണമല്ല. ആ നാടാണ് ഇപ്പം എനിക്കിഷ്ടം. കാരണം ഇവിടെ ഇപ്പൊ 30 കൊല്ലമായി ഞാൻ ഇവിടെ വന്നിട്ട്. അപ്പൊ എനിക്ക് ഇത് ഇഷ്ടമാണ്. പിന്നെ ഞാനേ ചെറുപ്പത്തിൽ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പങ്കുവയ്ക്കണ കൂട്ടത്തില്ല. അപ്പനും അമ്മനോടൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇച്ചിരി ഇളയതായതുകൊണ്ട് ഇന്ന് കൊഞ്ചിയൊക്കെ പറയുമായിരുന്നു. ഞാൻ ഇങ്ങനെ പറയും, എന്നെ കല്യാണം കഴിക്കുമ്പോഴേ എനിക്ക് കൃഷിയുള്ള, എൻ്റെ നാട്ടിൽ കൃഷി ഉണ്ടല്ല, അപ്പൊ എനിക്ക് കൃഷിയുള്ളതൊന്നും ഇഷ്ടമല്ല. അന്നും ഇഷ്ടമല്ല, ഇന്നും ഇഷ്ടമല്ല. പപ്പയ്ക്കും അതൊക്കെ വലിയ ഇഷ്ടം. അപ്പൊ എനിക്ക് കൃഷിയില്ലാത്ത നാട്ടിലേക്ക് കെട്ടിക്കണോ കേട്ടോ, കല്യാണം ഉണ്ടെങ്കിൽ എന്നെ അങ്ങനെ കെട്ടിക്കണോന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ മനസ്സറിയണ ദൈവം കൃഷിയില്ലാത്ത നാട്ടില് പാലാരിയിടത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. എന്താ ആഗ്രഹിക്കണോ അതിന് അർഹത കിട്ടുന്നതാണ്. അതെ അതെ, ദൈവം തരും, നമ്മുടെ മനസ്സറിയണ ദൈവം. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത് അമ്മച്ചിനെ വല്ലാണ്ട് കുഴപ്പിക്കുന്ന ഒരു ചോദിക്കട്ടെ. അതൊക്കെ വെറുതെ പുറത്ത് 3-ാമതൊരാളുടെ മുമ്പിൽ നിന്നൊക്കെ ചോദിച്ചാൽ അമ്മച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഇഷ്ടമല്ല. അതായത് ഇവരുടെ കല്യാണം അറേഞ്ച് ഒന്നും അറിഞ്ഞില്ല. അവരങ്ങനല്ല, ലവൊക്കെ അറേഞ്ച് ആയിരുന്നു. മീൻസ് ആദ്യം ഇവര് തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ വീട്ടിൽ പറഞ്ഞ അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം. അതെത്ര പറയാനായിട്ട് എനിക്ക് നാണമാണ്. എങ്കിലും എനിക്ക് ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ വലിയ നാണിക്കാനൊന്നും പോയിട്ടില്ല. എന്നെ ഇഷ്ടമുള്ളെന്നൊക്കെ പറഞ്ഞപ്പേ ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ പറയും. കാരണം എന്റെ സഹോദരരൊക്കെ ഇത്തിരി ആങ്ങളമാരുമായാലും ചേച്ചിയുടെ ഭർത്താവൊക്കെ ആയാലും നല്ല നമ്മൾ അതുപോലെ വളർത്തിയതാണ്. അപ്പൊ ഒരു പ്രത്യേകിച്ച് നാട്ടിൻ പ്രദേശമല്ലേ, അങ്ങനെ ഒരു ചീത്തപ്പേരൊന്നും കേൾപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ലവ് മാരേജ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞപ്പോ തന്നെ വേഗം പോയി വീട്ടിൽ പറഞ്ഞു. എല്ലാവരും അറിഞ്ഞു. അപ്പൊ അവര് സാരമില്ല, നമുക്ക് സമയമാകുമ്പോൾ നടത്താന്നുള്ള മട്ടിലൊക്കെ സംസാരിച്ച് അങ്ങനെ പപ്പേനെ ഭയങ്കര ഇഷ്ടപ്പെട്ട്, പപ്പയുടെ ഫാമിലിനെയും ഇഷ്ടപ്പെട്ട്, അവർക്കൊക്കെ അത് ഇന്നും അന്നൊക്കെ ഇഷ്ടപ്പെട്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ കെട്ടൂലട്ടോ എന്നൊക്കെ. ഞാനായിട്ട് ഇനി വീട്ടിലൊരു പ്രശ്നം വരരുത്, അത് ഞാൻ ആഗ്രഹിച്ചു. ഇന്നത്തെ തലമുറ അല്ലല്ലോ അന്ന്, അതൊക്കെ സ്ട്രിക്റ്റ് അല്ലേ മോനെ. അപ്പൊ ഇവിടുത്തെ കസിൻസ് ഒക്കെ പപ്പേനെ കളിയാക്കി പറയുമായിരുന്നു, കണ്ടാ വീട്ടുകാർ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ആന്റി അങ്കിളിനെ തേച്ചിട്ട് പോയാലേ നിങ്ങൾക്ക്. അത് ഞാൻ പപ്പോട് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. ഇത് എന്റെ വീട്ടുകാര് നല്ല മനസ്സോടെ ഇഷ്ടപ്പെട്ട മാത്രം ഞാൻ കല്യാണം കഴിക്കുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അത് ശരിയാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. തേക്കാനായിട്ടുള്ള പാപങ്ങളും തെറ്റുകളും ഒന്നും ചെയ്തിട്ടില്ല മക്കളെ. ഇഷ്ടമുള്ള എന്റെ പ്രിയപ്പെട്ട കിറ്റെക്സ് ആണ് എന്റെ ആലയം. അയ്യോ, ഞാൻ 6 വർഷം കിറ്റെക്സില്. ഇപ്പൊ അതും കൂടി ഒന്ന് പറയുന്നതാണ്. അവിടെ 2020 അതൊക്കെ ദൈവമേ, അതൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ ഈ കേരളം മുഴുവനും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ 6 കൊല്ലം ആ സ്ഥാപനത്തിൽ ഇരുന്നിട്ട് സ്വന്തം വീട്ടില് പോലും അത്രയും നമുക്കില്ല. അത്രയും സേഫ്റ്റിയും നല്ല ഫുഡും എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പൊ ഇന്നിപ്പോ 25 കൊല്ലം മുമ്പ് അത് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നിപ്പോ എന്തോരം പ്രോഗ്രസ് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ അത് അനുഗ്രഹിക്കപ്പെട്ട എന്റെ പ്രത്യേകിച്ച് ആ സ്ഥാപനത്തിന്റെ ഓണർ സാബു സാറിനെ ഈ സമയത്ത് ഞാൻ ഓർക്കണേണ്. കാരണം എനിക്കത് ഈ പേപ്പറിലൊക്കെ കാണുമ്പോ എനിക്ക് അഭിമാനമാണ്. കാരണം നമ്മള് അത്രയും വർഷം അവിടെ നിന്നുള്ളതുകൊണ്ടേ അറ്റാച്ച്മെന്റ്, ഒരു കുടുംബം പോലെ ജീവിച്ചതാ. നമുക്ക് അങ്ങനെ കാണാനും പിടിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നമുക്കറിയാം സ്നേഹങ്ങളും ഞങ്ങളോടുള്ള ലേബേഴ്സിനോടുള്ള കാണാനും പിടിക്കാനും
എന്താ അത് അതിന്റെ അർത്ഥം അതിവിടെ വ്യക്തമാക്കണം. അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല, ഞങ്ങളൊക്കെ അത്രയും സേഫ്റ്റിയിൽ അവിടെ ജീവിച്ചതാ, അതുകൊണ്ട് ഒന്നും പറയാനില്ല. അതെ, ആൾക്ക് ഭയങ്കര അഭിമാനമാണ്. അതെ അതെ, അതും കൂടി പറയുമ്പോ എന്ന് പറയുമ്പോ എനിക്ക് അഭിമാനം തന്നെയാണ്. കാരണം ഞാൻ നമ്മളങ്ങനെ അവിടെ ഈ അത്രയും സ്നേഹവും ആ ഒരു സംരക്ഷണവും നമുക്ക് അവിടെ നിന്ന് കിട്ടിയപ്പോ അത് മറക്കാൻ പറ്റൂല. കുഞ്ഞു പ്രായമല്ലേ ഒക്കെ ഞങ്ങളൊക്കെ. അതേപോലെ തന്നെ ചേച്ചിയുടെ കാര്യം കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഇത് ലവ് മാരേജ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് മുമ്പ്, ചേച്ചിയുടെ പെർഫെക്റ്റ് വെൽ അറേഞ്ച്ഡ് മാരേജ് ആണ്. ആൾക്ക് ഇങ്ങനെ ലവ് മാരേജ് ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ നേരത്തെ പരിചയപ്പെടുന്നത് ഇതിനോടൊന്നും ഒരു ഇഷ്ടമല്ലായിരുന്നു ആൾക്ക്. അത് ഓരോരുത്തരുടെ ഓരോ കൺസെപ്റ്റ് ആണല്ലോ. അപ്പൊ ആളിങ്ങനെ കല്യാണത്തിന് മുമ്പ് പറയും കുടിക്കരുത് വലിക്കരുത്, അതൊക്കെ ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ഇതുവരെ ആരെങ്കിലും പ്രണയിക്കുക അല്ലെങ്കിൽ ഒരു ആണുങ്ങളിൽ പോലും ഒരു ഭയങ്കര അടുത്തൊരു ഫ്രണ്ട് ഇല്ലാക്ക്. അപ്പൊ ചേച്ചി പറയും എനിക്ക് എന്നെ പോലെ തന്നെ ആളുകൾ അത് ഇച്ചിരി കൂടുതൽ. അപ്പൊ എല്ലാരും പറയും അങ്ങനെയൊക്കെ കിട്ടുമോ? കാര്യം മനീഷ പ്രണയിച്ചില്ലെന്ന് ഓർത്ത് കിട്ടാൻ പോണ ആൾ ഇതൊക്കെ പ്രണയിക്കാണ്ടിരിക്കേണ്ട, അങ്ങനെയൊക്കെ ഭയങ്കര ടോക്സ് ആയിരുന്നു. അവസാനം എന്താ ആൾക്ക് ചേട്ടൻ ആദ്യമായിട്ട് കാണുന്ന പരിചയപ്പെടുന്ന പള്ളിയിൽ വെച്ച് കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഇതാ ചോദിച്ചു, 2-3 കാര്യങ്ങൾ ചോദിച്ച് ഉറപ്പ് വരുത്തണമല്ലോ. അപ്പൊ ചേട്ടനും ഇതുവരെ ആരോടും അങ്ങനെ ഒരു ചേച്ചീനെ എന്താണോ ചേച്ചി അത് തന്നെയുള്ളൊരു ചേട്ടൻ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനിതിങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു അങ്ങനെയൊക്കെ. അപ്പൊ ചേച്ചി എപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ജീവിതം കണ്ടേക്കുന്ന ദൈവോട് ഞാൻ എന്താണെന്ന് എൻ്റെ മനസ്സറിയണതും ദൈവത്തിനാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ദൈവം, ഞാൻ ദൈവത്തിലാണ് വിശ്വസിക്കണം. അപ്പൊ എനിക്ക് അങ്ങനെ ഒരാളെ ദൈവം തരുള്ളൂ എന്ന് എപ്പോഴും പറയും. അപ്പൊക്കെ ഞാനിങ്ങനെ ഓർക്കും അങ്ങനെയൊക്കെ തന്നെ കിട്ടും. അവർ എത്രയോ പേർക്ക് അങ്ങനെ ഇല്ലാണ്ടിരിക്കണം. പക്ഷെ ആളുടെ ലൈഫിൽ എന്താണെന്ന് അറിയില്ല, ആൾ എന്താ ആഗ്രഹിച്ചോ അതുപോലെ തന്നെ ഒരു ചേട്ടനെ കിട്ടി. കമന്റ്സിലൊക്കെ കുറെ പേര് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് ചേട്ടൻ ഭയങ്കര പാവമുള്ളതെന്ന്. ഈ നിമിഷം വരെ ചേട്ടൻ നല്ലൊരു ചേട്ടനാണ്. ഇനി നാളെ എന്താവും അറിയില്ല. അപ്പൊ മരിക്കുന്നവരെ അവർ രണ്ടുപേരും അങ്ങനെ തന്നെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ചില ആൾക്കാർക്ക് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്നുള്ളതല്ല, ദൈവം നമുക്ക് കറക്റ്റ് ആളെ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ലൈഫിൽ അങ്ങനെ തന്നെ വരും. അതല്ല ഇട്ട് അനുഭവിപ്പിക്കാനാണ് വിധിച്ചേക്കണെങ്കിൽ അത് എങ്ങനെ വേണ്ടെന്ന് വെച്ചാലും അത് തന്നെ മാരേജ്. പക്ഷെ എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാ മക്കളെ. ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം നടത്തും. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. അല്ലെങ്കിൽ എന്തിനേം ഭൂമിയിൽ ജീവിതം. അതെ, ഓരോരുത്തരുടെ വിശ്വാസമുണ്ട്. ചിലർക്ക് ഇവിടെ വിശ്വസിക്കണെന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തിയും വേണം, ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും വേണം, അങ്ങനത്തെ വിശ്വാസം. ചിലവർക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവില്ല, ഹാർഡ് വർക്കിങ്ങിലായിരിക്കും, അവർക്ക് അവരെ തന്നെ ആയിരിക്കും വിശ്വാസം. ചിലവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിലായിരിക്കും വിശ്വാസം, പക്ഷെ അവർ അധ്വാനിക്കില്ല, ഫുൾ ടൈം പ്രാർത്ഥിച്ചുണ്ട്. അപ്പൊ അത് ഓരോരുത്തർക്ക് ശരിയെന്ന് തോന്നണതാണല്ലോ അവരുടെ വിശ്വാസങ്ങൾ. അപ്പൊ അതൊക്കെ അങ്ങനെ ഇവിടെ ഇങ്ങനെയാണ്. എന്നുവെച്ചാൽ ദൈവത്തിന്റെ കൃപ അനുഗ്രഹമൊക്കെ വേണം, നമ്മളും അതനുസരിച്ച് പ്രവൃത്തിയിൽ നന്നായിട്ട് നിൽക്കണം. അങ്ങനെ അങ്ങനെ കൊച്ചു വർത്താനങ്ങൾ ചാറിടുന്ന നട്ടപാതിരേക്കായിരിക്കും. അത് അമ്മച്ചി പറയും, എന്നെ ഒരു പണി ഏൽപ്പിച്ച കഥ പറഞ്ഞ അതെ, അതൊക്കെ സമയമാകുമ്പോ നടന്നോളും. ക്യാമറമാന്റെ നമ്മുടെ ചാമ്പയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോണേന് ടാറ്റ കട്ട്. കടുക് ഇടണം കേട്ടാ. ഇത് ഞാൻ മത്സരത്തിന് പോണതല്ല കേട്ടാ, ആർക്കും പഠിപ്പിക്കാനും അല്ല. ഞാനിപ്പോ ഇടുന്നത് മാത്രം. അളവ് ഞാൻ പറയണില്ല. ഒരു ഫസ്റ്റ് ട്രൈ. എനിക്കൊക്കെ കയ്യിലെ അളവുകളാ, 2 ടീസ്പൂൺ കണക്കല്ല. കയ്യിൽ എനിക്കൊരു അളവ് കിട്ടണം. എണ്ണ തിളച്ചിട്ട് വേണം ഇടാനായിട്ട്. നമ്മൾ ആവശ്യത്തിന് കടുക് ഉലുവയാണ് കേട്ടോ. കുറച്ച് വറ്റൽമുളക് ഇടുന്നുണ്ട് കേട്ടാ. അപ്പൊ അതൊക്കെ അച്ചാറിൽ ഇരുന്ന് ഇങ്ങനെ ഇതാവുമില്ലേ, ആ പച്ചമുളക് ഇതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ശരിയാ. പിന്നെ അതേ കായപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് അച്ചാർ പൊടി ഒക്കെ ഇട്ട്, കൂടുതലായിട്ട് നമ്മൾ കായപ്പൊടി ഉലുവപ്പൊടിയാണ് ഇടേണ്ടത്. അച്ചാർ ഇടുമ്പോൾ അതാണ്, വെറുതെ അച്ചാർ പൊടി മേടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഉണ്ടാക്കണം. അതിന് രുചിയും മണമൊക്കെ ഉണ്ടാവണേ. കുറച്ച് ഉപ്പിട്ടാ. ഉപ്പ് കല്ലുപ്പ് സാധാരണ ഇടാറ്, ഇപ്പൊ കല്ലുപ്പില്ല. കണ്ണിമാങ്ങ അച്ചാർ പോലെ അല്ലേ. അല്പം വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഒരു പുളി വേണമല്ലോ. അരിക്ക് ഉച്ചക്ക് ഇത് കൂട്ടി ചോറ് തരാം ഞാൻ. അவ்வளோதான். ഇരിക്കുമ്പോൾ അടിപൊളിയാവും. കൊള്ളാം. ഗ്രേവി കൊള്ളാം. ഉപ്പും പഞ്ചസാര ഇത് പിടിക്കട്ടെ. കറക്റ്റാണ്. അമ്പഴങ്ങ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇരിക്കണ്ടേ. നാളെ എടുക്കാം. ഇത് ബാട്ടിയെല്ലാം ഇട്ടേക്കണേ.
കൊള്ളാട്ടോ, ഫസ്റ്റ് ട്രൈ ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എരിവ് ഭയങ്കര കൂടുതൽ. അതിന്റെ ഒന്നൊക്കെ പിടിക്കട്ടെ മോനെ. എനിക്കൊരു പ്രത്യേകതയുണ്ട്, ഞാനിടുന്ന അച്ചാറുകൾക്ക് എരിവ് ഉണ്ടാവില്ല. ശരിക്കും അച്ചാറെന്ന് പറഞ്ഞാൽ എരിവിട്ട് നല്ല ഇതി വെക്കണ്ടേ. എനിക്ക് എരിവുള്ള കറികള്, എരിവുള്ള അച്ചാർ, പിന്നെ എനിക്ക് എന്താണോ ഇഷ്ടം. അതെന്താന്നറിയോ, മഞ്ജു മാത്രല്ലേ കഴിക്കുള്ളൂ. ശരി, അതാ ശരി. ഇത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഗ്രേവി. കുറച്ചും കൂടി ആറിയിട്ട് തിന്നിട്ട് കാണിച്ചു തരാന്ന് അർത്ഥം. പാത്രത്തിൽ എടുത്തു തരാം. പാത്രത്തിൽ എടുത്തു തരാം, അതായത് കൈ ഇടണ്ടെന്ന് അർത്ഥം. അച്ചാറ് കൈ ഇടരുത് മോളെ. ഒരു എന്താണ് ചോദ്യം? കള്ള അമ്മയുടെ അഫ്കോഴ്സ് അമ്മയുടെ പോലെ. ഞാൻ ചേച്ചിയുടെ ടൈപ്പേ അല്ല. എനിക്ക് അറേഞ്ച് മാരേജ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞു. ചേച്ചി അങ്ങനെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം ഓർക്കുന്നത്. എനിക്ക് ഈ പൊതുവെ ഒരു കോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അറേഞ്ച് മാരേജിന് റെഡി ആവണവരുടെ ജീവിതമേ അറേഞ്ച്ഡ് ആയി പോകുന്നത്. എനിക്കാണെങ്കിൽ അത്ര അറേഞ്ച്ഡ് ലൈഫൊന്നും ഇഷ്ടമല്ല. കുറച്ച് അഴകുഴമ്പായിട്ട്, എന്നാൽ ആവശ്യത്തിന് സ്ട്രിക്ട്നെസ്സും വേണം, എല്ലാം വേണം, ഒക്കെ അതിന്റെ രീതിയിൽ. ചേച്ചി ഒട്ടും ഇങ്ങനെ എന്താ പറയാ, ചേച്ചിയുടെ ലൈഫുകളൊക്കെ ഇങ്ങനെ ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തിയിട്ടുള്ള ഒരു ലൈഫാ. എൻ്റെ അത്രയും ക്രമങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് പിന്നെ മാത്രമല്ല എനിക്ക് ഈ ഒരു കൺസെപ്റ്റ് ഇഷ്ടം. നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് വളരെ, എന്നാൽ വീട്ടുകാരുടെ ഇഷ്ടവും കൂടി നോക്കണം. എന്നിട്ട് എനിക്കറിയാലോ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ ഇഷ്ടവും ടേസ്റ്റും, അവർക്ക് എങ്ങനത്തെ ഒരാളെയാണ് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ എന്തായാലും ഇവരുടെ ടേസ്റ്റിനൊത്ത ഒരാളെ ഇഷ്ടപ്പെടുള്ളൂ, എൻ്റെയും ഇവരുടെയും. അപ്പോൾ പറയുമ്പോൾ ഇവരെന്തായാലും സമ്മതിക്കും. അതുകൊണ്ട് തന്നെ അമ്മച്ചിയുടെ ഒക്കെ ഒരു പാറ്റേൺ ആണ് എനിക്കിഷ്ടം. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലത്തെയൊക്കെ തന്നെ വേറെ ടൈപ്പ് കൺസെപ്റ്റ്, ഇങ്ങനെ കുടിക്കരുത്, വരിക്കരുത്, ക്രിസ്ത്യൻ ആവണം. പേഴ്സണലി ഞാൻ ജാതി നോക്കിയല്ലോ കേട്ടോ പറയണത്. പക്ഷെ എൻ്റെ അപ്പനും അമ്മയ്ക്കും ക്രിസ്ത്യൻ, നമ്മുടെ വിശ്വാസത്തിലുള്ള ഒരാൾ വേണമെന്ന് അവർ കുഞ്ഞിലേ തുടങ്ങി പറയണ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാരൻസിനോട് നമുക്ക് കുറെ കമ്മിറ്റ്മെന്റ് ഇല്ല, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചൂസ് ചെയ്തത്. ഇപ്പൊ നാളെ ഞാനിപ്പോ ഒരു അമ്മയൊക്കെ ആവണമെങ്കിൽ ആ കൊച്ചിന് ഇപ്പൊ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്, അത് ഏത് ജാതിയായാലും കുഴപ്പമില്ല എന്നുള്ളൊരു തോട്ടായിരിക്കും മേ ബി. എൻ്റെ അറിയില്ല കേട്ടോ മനുഷ്യന്. മോനെ എല്ലാ മതങ്ങളും സ്നേഹമുള്ള മതം. അതെ. പക്ഷെ എല്ലാവർക്കും അവരവരുടെ മതത്തിൽ കെട്ടുമില്ല, അവിടെ ഒരു പിന്നീട് ഒരു ഭിന്നിപ്പ് വരില്ല. അല്ലെങ്കിൽ അവര് അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും വലിയ വിശ്വാസം ഇല്ലാത്തവരായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് യേശുവിലും പ്രാർത്ഥനയിലൊക്കെ വിശ്വാസമുള്ള ഒരാളാ. അപ്പൊ ഞാനിപ്പോ ഒരു ഹിന്ദുവിനെ കെട്ടിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് വല്ല ഗണപതിയിലോ അവരുടെ ദൈവങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വിശ്വാസങ്ങൾ തമ്മിൽ ക്ലാഷ് ആവാൻ തുടങ്ങും. അല്ലെങ്കിൽ എനിക്ക് ഉറപ്പ് വേണം ഞാൻ ആ സ്പേസിലേക്ക് കടന്നു ചെല്ലുന്നു. ഞാനാണെങ്കിൽ അങ്ങനത്തെ ആളെ അല്ല, നന്നായിട്ട് സ്പേസിലേക്ക് ഇടിച്ചു കയറുന്ന സ്വഭാവം, മീൻസ് പാർട്ണർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്കല്ലേ നമ്മുടെ കുറവുകളും നമ്മൾ എത്രത്തോളം വിട്ടുകൊടുക്കും എന്നൊക്കെ അറിയുള്ളൂ. അപ്പൊ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാനാണ് ഈ നമ്മുടെ വിശ്വാസത്തിലുള്ള ഒരാളെ തന്നെ വേണം എന്നൊക്കെ പറയും. പിന്നെ ഇവരും പറയും ഇപ്പൊ ഹിന്ദു ആണ്, മുസ്ലിം ആണ്, പക്ഷെ വിശ്വാസം നമ്മുടെ രീതിയാണെങ്കിൽ അതും കുഴപ്പമില്ലല്ലോ. മീൻസ് നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടായാൽ മതി. അങ്ങനെയൊക്കെ. എന്തായാലും എന്തിനും ഇത്ര വലിയ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകണം? ഒരു ക്രിസ്ത്യൻ അങ്ങോട്ട് പ്രേമിച്ച് കെട്ടിയാൽ പോരതല്ലേ? ഓക്കെ അത് സമ്മതിക്കും. നല്ല സ്വഭാവമായിരിക്കണം. സ്വഭാവം തങ്കമാണ് ആള് സാർ. നല്ല ചൂട്. അയ്യോ, ഫാൻ ഓഫ് ചെയ്തില്ല. ആറാൻ വേണ്ടി ഫാൻ ഇട്ടതാ. കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതെന്തായാലും ട്രൈ ചെയ്തോട്ടെ. ഞാനും കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാണ്. പിന്നെ ഈ അച്ചാറിൽ ഈ ഇഞ്ചിയും അങ്ങനെയൊക്കെ ചേർക്കുമെന്നൊക്കെ ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ സംഭവം കൊള്ളാം. കണ്ട, നിങ്ങൾ തന്നെ ഇത് പറ, ഇതിനെങ്ങനെ ഞാൻ അച്ചാറാക്കി എടുക്കും? ക്യാമറമാൻ ഗ്യാപ്പ് കിട്ടുമ്പോ പോയി നമ്മ അരിഞ്ഞു വെച്ച ചാമ്പയ്ക്ക് എടുത്ത് തിന്ന് തീർക്കാണ്. പാസ്ബന്റെ പകുതിയെങ്കിലും അവിടെ വെക്കണത്. ഈ കാണുന്ന അമ്മയില്ലേ, ഇത് ഇങ്ങനത്തെ ഒരു അമ്മയല്ല. എന്റെ അമ്മയ്ക്ക് വേറെ മുഖങ്ങളുണ്ട്, നിങ്ങളുടെയൊക്കെ അമ്മമാർക്ക് ഉള്ള പോലെ തന്നെ അല്ലേ അമ്മ? അതെ, അതുപോലെ ഈ പ്രായത്തിലും എന്നെ തല്ലണമെന്ന് പോട്ടെ, കെട്ട് കഴിഞ്ഞു വന്ന ചേച്ചീനെ പോലും എന്റെ അമ്മ സ്നേഹം കൊണ്ടല്ല, അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളെല്ലാം ഞാൻ ശിക്ഷിക്കും. ഇപ്പോഴും അടിച്ചും കൊല്ലൊന്നുമില്ല, ഞാൻ വഴക്കു പറയും. രണ്ടുപേരും കുറുമ്പല്ല മോനെ. അനുസരണയില്ലാന്ന് പറഞ്ഞ മഞ്ജു ഭക്ഷണത്തിനാണ് ഞാൻ തല്ലുപിടിക്കുന്നത്. എന്റെ പൊന്നു മക്കളെ ഒരു രക്ഷയില്ല, ഭക്ഷണം കഴിക്കില്ല. അത് തന്നെ സമയത്ത് ഭക്ഷണം കഴിക്കില്ല, സമയത്തൊന്നും ചെയ്യൂല, ഒക്കെ ഇച്ചിരി നീട്ടി പോവും.
എന്താണ് അല്ല, അതെന്താന്ന് വെച്ചാൽ പണ്ട് എന്റെ അമ്മച്ചി ഈ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ ആളുടെ അമ്മ കാണാണ്ട് ഈ ഭക്ഷണം അവിടുത്തെ കോഴിക്കും പശുവിനും വെള്ളം തുറക്കല്ലേടാ, ആളുടെ ഭക്ഷണം എടുത്ത് കോഴിക്കും പശുവിനൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ അത് അമ്മ എപ്പോഴും പറയും ഭക്ഷണം കഴിക്കണമെന്ന് പറയും. ഒരുപാട് കേട്ടിട്ട് അതുകൊണ്ട് അമ്മ വിഷമത്തിലല്ല, അപ്പോഴത്തെ രീതി പറഞ്ഞ് നിനക്ക് ജനിക്കണ കൊച്ചിൽ ആരെങ്കിലും ഒരാളിങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോഴേ ആ വിഷമം റാണിക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ് അത് ആ വര അച്ചട്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു. ഇപ്പൊ അമ്മച്ചി കാരണം ആ അമ്മ അനുഭവിച്ചതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ഞാൻ കാരണം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ പറയും ദൈവത്തെ ഓർത്ത് എനിക്ക് ആ വക വരങ്ങളൊന്നും തന്നേക്കുന്നില്ല. അപ്പൊ അമ്മച്ചി തിരിച്ചു വരണ്ടെന്ന്. എനിക്കൊരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് തിന്ന് മുടിപ്പിക്കണ ഒരു കൊച്ചായിരിക്കും. സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്താണ് ഉപ്പും മുളകും കായപ്പൊടിയൊക്കെ. പക്ഷെ ഞാൻ അച്ചാർ ഇടുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിട്ട് കുറച്ചു നേരം തിരുമ്മി വെക്കും, ആ ചാമ്പക്കയിലേക്ക് ഇതൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി എനിക്ക് മുമ്പിൽ നിൽക്കണത് ഇഷ്ടം. അതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഈ അച്ചാറൊക്കെ ഇപ്പം തന്നെ ഞാൻ തന്നെ തിന്ന് തീർക്കുന്നുള്ളതുകൊണ്ട് അച്ചാറിൻ്റെ രീതികൾ ഞാൻ അധികം ഫോളോ ചെയ്യാറില്ല ഉണ്ടാക്കുമ്പോൾ. പിന്നെ ആവശ്യത്തിന് മുളക്, നല്ല ചൊകാന്നിരിക്കുന്നത്. അങ്ങനെ ഒരു മണിക്കൂറോളം നമ്മളിതിങ്ങനെ മുളക് ഉപ്പൊക്കെ ഇട്ട് വെച്ച് കണ്ട കഴിഞ്ഞിപ്പം ആ വെള്ളം ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ് ഇങ്ങനെ തന്നെ തിന്നതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ കാൽ പോർഷനുകളൊക്കെ മിസ്സിങ് ആണ്. അത് ഞാൻ ഈ വഴിയൊക്കെ നടന്ന് പിറക്കി തിന്നു. പിന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് സെറ്റാക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഞാൻ സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്, നല്ലെണ്ണയല്ല. കാര്യം എനിക്ക് അതിനേലും ഇഷ്ടം ഈ നോർമൽ വെളിച്ചെണ്ണയുടെ ഒരിത്. ചാമ്പക്ക ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇച്ചിരി പേടിയുള്ള ടൈപ്പ് വേണ്ടി വേഗം ഇട്ടിട്ട് മാറും. ഓക്കെ, എനിക്കിങ്ങനെ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് അതിൽ പിടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കണ കുറച്ചും കൂടി ഇഷ്ടം. ഇത് ചെറിയൊരു ഇത് പറ്റിപ്പോയി, കാര്യം കുറച്ച് വെള്ളത്തിൻ്റെ ഇത് കൂടിപ്പോയി. കാര്യം എനിക്ക് ഈ ചാറ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഇതിനെ വേണമെങ്കിൽ ഒരു എന്താ പറയാ, ചാമ്പക്ക സാമ്പാർ എന്നാണ് നമുക്ക് പറയാത്. ഹെൽത്തി ആയ അച്ചാറുകളാണ് എൻ്റെ ഇപ്പോഴത്തെ മാസ്റ്റർ പീസ്. അതുകൊണ്ട് തന്നെ മുളക്, ചൊറുക്ക ഇതൊക്കെ ഭയങ്കര കുറവായിരിക്കും. ചൊറുക്ക യൂഷ്വലി അച്ചാറുകളിൽ ചേർക്കാറേ ഇല്ല. പക്ഷേ ഈ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വർഷത്തേക്കോ അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് വെക്കുന്ന അച്ചാറുകളല്ല, പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് തിന്നുന്ന അച്ചാറുകളാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ചൊറുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത കാര്യം. പക്ഷേ ഈ ചാമ്പയ്ക്കൊക്കെ ഒരു ഇച്ചിരി പ്രത്യേക ഫീലിങ്സ് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ മാത്രം ഞാൻ ചൊറുക്കയും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലെന്നെ ഏറ്റവും അട്രാക്ട് ചെയ്യുന്നത് ഈ ചാറാണ് കേട്ടോ, ആ ചാമ്പയ്ക്ക സാമ്പാർ.